ഐതിഹ്യം ഓച്ചിറയെ സംബന്ധിച്ച് നമ്മുടെ കാർഷിക സമൃദ്ധി തന്നെയാണ്. ഓണത്തിന് ചിങ്ങത്തിലെ കാർഷിക വിളവെടുപ്പിന് ശേഷം ആ കന്നുകാലികൾക്ക് വേണ്ടി നമ്മുടെ ഓണാട്ടിലെ ആ കാളകളെ പ്രതിദാനം ചെയ്ത് അടുത്ത 28ാം ഓണത്തിന് ആ ചിങ്ങമാസം കഴിഞ്ഞാൽ അടുത്ത കന്നിമാസത്തിലെ 28ാം ഓണത്തിന് നന്ദികേശന്മാരെ കെട്ടി അലങ്കരിച്ച് ഓച്ചിറ പടനിലത്ത് കൊണ്ടുപോയി അവരെ ദൈവത്തിന് തുല്യം നമ്മൾ ആചരിക്കുന്നു. അന്നം തരുന്നവനാണല്ലോ ഈശ്വരൻ. അതാണ് എന്നാണ് ഐതിഹ്യം. അത് കാലക്രമേണ ഇങ്ങനായി കച്ചികെട്ട് കൊത്തുപണികൾ അതിനകത്ത് ഓരോരോ പല വിഭാഗങ്ങളായി ചേർന്നിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് ജീനിയസിൻ്റെ വജ്രതേജോമൻ്റെ വളർച്ച നമ്മൾ കണ്ടു വളർന്ന് വന്നതാണ്. കൊച്ചുകുട്ടികൾ ചെറിയൊരു കാളയായിട്ട് തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ ഇത്രയും വലിയ കാളയായിട്ട് ദേശം മുഴുവൻ ഇവിടെ വന്ന് ആഘോഷിക്കുകയാണ്. നമുക്കതിൽ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഓരോ വർഷം കഴിയുന്തോറും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സാങ്കേതിക വശം അവർ ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കറണ്ടിൻ്റെ കാര്യമായാലും അല്ല. പക്ഷേ ഇപ്പോൾ ഉച്ച കഴിയുമ്പോൾ തന്നെ വൈദ്യുതി എല്ലാം വരുന്നുണ്ട്. കാളയാണെങ്കിൽ ഇവരിപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓണാട്ടുകരയുടെ മാത്രം സ്വന്തമാണ്, വേറെ എങ്ങും ഇത് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. നമ്മുടെ മാത്രം സ്വന്തമാണ്. ഞങ്ങളതിൽ അഭിമാനിക്കുന്നുണ്ട്. അതിൻ്റെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മാസം കൊണ്ട് 41 ചെറുപ്പക്കാരുടെ കഷ്ടപ്പാടാണ് നമ്മുടെ കാളയെന്ന് പറഞ്ഞത്. ഉയരം വെച്ച് നോക്കുമ്പോഴും അഴകും കെട്ടളവും വെച്ച് നോക്കുമ്പോഴും വ്യത്യസ്തത കൊണ്ട് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രത്യേകതകളും ഏറ്റവും കൂടുതൽ ഒരുക്കങ്ങളും ചമയങ്ങളും കൂടുതലുള്ളൊരു നന്ദികേശനാണ് നമ്മുടേത്. ഇപ്പോൾ ഈ വന്ന് പൊക്കത്തിന് തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് ഈ സാഹചര്യത്തിലാണ്. നമ്മളെന്നും വ്യത്യസ്തത, കണ്ണിന് കുളിർമയാകുന്ന വ്യത്യസ്തത ജനങ്ങൾക്ക് കൊടുക്കണമെന്ന കാരണത്താൽ നിങ്ങൾ ഈ കാള കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ കാളയുടെ ശിരസ്, നെറ്റിപ്പട്ടം, കാടയുടെ ഉടലിൻ്റെ അഴക്, താഴോട്ടുള്ള ശട്ടത്തിലെ മകരമത്സ്യം, സിംഹക്കാല്, ഇതൊന്നും മറ്റൊരു കാളയ്ക്കും ഇല്ലാത്ത വളരെയധികം പ്രത്യേകതയോടുള്ള നന്ദികേശനാണ്. വൈക്കോല്, തടി, തെങ്ങ്, പ്രത്യേകിച്ച് ഇരുമ്പ്, സേഫ്റ്റി കൂട്ടാനായി ഇരുമ്പ്, ഇതെല്ലാം കൂടെ പിന്നെ ശിരസിന് പാലത്തടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓച്ചിറ പരിചയവരുടെ വാഹനം കാളയാണ്. അപ്പോൾ ആ ഒരു സങ്കല്പം വെച്ചാണ് ഇതിങ്ങനെ എല്ലാ വർഷവും 28ാം ഓണത്തിന് ഇതിങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഓച്ചിറ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. കൊച്ചു പിള്ളേരായി നടത്തുന്നത്, വെറും കൊച്ചു പിള്ളേരും. അതെൻ്റെ തിണ്ണയ്ക്ക് തന്നെ ഇരുന്നുകൊണ്ട് കാണാനൊക്കുന്ന എന്തൊരു ഭാഗ്യമാണ്. 52 കരയിൽ നിന്ന് ഏകദേശം 300-ലധികം കാളകളുണ്ട്. സംഘടനകളും 52 കരകളിലുപരി സംഘടനകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സമിതികൾ. സാംസ്കാരികപരവും കലാപരവുമായിട്ട് ഒരുപാട് ജാതി മത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും അതുകൊണ്ട് തന്നെ ഈ 52 കരകളിൽ 300 കാളകളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല, ഒന്നുമില്ല. ഒരുമിക്കുന്നു എല്ലാവരും.